ഇപ്പം നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്തായിരിക്കും ആ കത്തി വീണ സാധനം, എന്തായിരിക്കും അമേരിക്ക ആ വലിയ പെട്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതിലേക്കൊക്കെയാണ് ഞാൻ വരുന്നത്. ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധമാണ്. അതിനുശേഷം അമേരിക്കയുടെ ഒരുപാട് ചാരവിമാനങ്ങൾ USSR വെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നപ്പോൾ അമേരിക്കയിലെ 34ാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള എയ്സൻഹോവർ എന്ന് പറയുന്ന ആൾ ഒരു തീരുമാനിച്ചു. അന്ന് വരെ 10,000 മുതൽ 20,000 ഹൈറ്റ് വരെയാണ് സാധാരണ വിമാനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. ഒരു 40,000 ഹൈറ്റ് വരെ യുദ്ധവിമാനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുതിയ ചില തീരുമാനങ്ങൾ എടുത്തു. അതിക്കും മേലെ പറക്കുന്ന വിമാനങ്ങൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഏരിയ 51 എന്ന് പറയുന്നത്. അതായത് അമേരിക്കയുടെ എയർഫോഴ്സിൻ്റെ പരീക്ഷണങ്ങളും പരീക്ഷണ പറക്കലുകളും നടക്കുന്ന സ്ഥലം. ഇവിടെ ആദ്യമായിട്ട് ഇവർ U-2 എന്ന് പറയുന്നൊരു ചാരവിമാനം കണ്ടുപിടിച്ചു. അത് 60,000 ഹൈറ്റ് വരെ പറക്കുമായിരുന്നു. 60,000 ഹൈറ്റിലാണ് ഈ സാധനം പറക്കുക. അത് സൂപ്പർസോണിക് സ്പീഡ് വരുന്നു. സോ അന്ന് വരെ കണ്ടിട്ടുള്ള അന്ന് വരെ കണ്ടിട്ടുള്ള വിമാനങ്ങളുടെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ സാധനം. സോ അതുകൊണ്ട് അത് കാണുന്ന ആളുകൾ അത് അന്യഗ്രഹ ജീവികളാണ് അല്ലെങ്കിൽ അന്യഗ്രഹ പേടകമാണ് എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം അന്ന് വരെ കണ്ടതിനേക്കാൾ വേഗത, അന്ന് വരെ കാണാത്തൊരു രൂപം, ഇങ്ങനത്തെ ഒരു സാധനം ആകാശത്തൂടെ പറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളാണെങ്കിലും ചിന്തിച്ചില്ലേ അത് അന്യഗ്രഹ പേടകമാണെന്ന്.